ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സോഷ്യൽ ഇഷ്യൂസ് പറയുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹോൾ മീറ്റിംഗ് കൂടുന്ന സമയത്തൊക്കെ ആയാലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ലോ കോൺഫിഡൻസ് വരുന്നതും അതേപോലെ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂസാണ് ഈ വായനാറ്റം അല്ലെങ്കിൽ ഹാലിറ്റോസിസ്, ബാഡ് ബ്രെത്ത് എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 4-5 ആൾക്കാർ കൂടുന്ന ഇടയിൽ നമുക്ക് ഈ വൈനാറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുമ്പം നമ്മൾ അവരോട് ആ ഒരു ഇൻട്രാക്ഷൻ നമ്മൾ മാക്സിമം കട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൽ നിന്നും അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഒരു ഉൾവലിയുന്നൊരു ക്യാരക്ടറിലേക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്തിൻ്റെ കാരണങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള സിമ്പിൾ ടിപ്സുകളും മാനേജ്മെൻറ്റ് സൈഡും കൂടി ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രെത്ത്, വായ്നാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കോമൺ ആണ്. ഇപ്പോൾ പലർക്കും ഇതത് ഒരു വ്യക്തിയോട് പറയാനോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനോ അത് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ കൂടുന്ന ഇടയിൽ പോയി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ലോ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവർക്ക് ഒരു മെൻ്റലി ഭയങ്കര ഡൗൺ ആക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഹാലിറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി കോസസുകൾ ഇതിൽ പറയുന്നുണ്ട്. 90% കോസസും അത് ഓറൽ കോസസുകൾ തന്നെയാണ്. ഒരു 10-15% മാത്രമേ അത് എക്സ്ട്രാ ഓറൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കോസസ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പം മെയിൻ കോസ് അല്ലെങ്കിൽ 90% കോസസിൽ വരുന്ന ഓറൽ കോസസുകളിൽ വരുന്ന മെയിൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്ന കാരണങ്ങൾ തന്നെയാണ്. ഇപ്പം പല്ലിന് കമ്പി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല്ലിൻ്റെ അകത്ത് എന്തെങ്കിലും കേടുകളോ ഡെൻ്റൽ കാരീസോ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വായ്നാറ്റം ഇഷ്യൂസ് വരാം. അതേപോലെ തന്നെ നമ്മുടെ ടങ് സർഫസുകളിൽ അല്ലെങ്കിൽ ടങ്ങിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ്, അൾസർ വരിക, അല്ലെങ്കിൽ വായ്ക്കകത്ത് അൾസർ വരിക, ഗ്ലോസൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുക. അതായത് വായ്ക്കകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിനിന് ഇൻഫ്ലമേഷൻസ് വരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മൗത്ത് അൾസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വായ്ക്കകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഹാലിറ്റോസിസ് അല്ലെങ്കിൽ വായ്നാറ്റം ഇഷ്യൂസ് വരാവുന്നതാണ്. ഇപ്പം മൗത്ത് അൾസറൊക്കെ വരുന്ന കേസസുകളിൽ അല്ലെങ്കിൽ അത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പോയിൻറ്റ്സുകളുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള മൗത്ത് അൾസർ വരിക, ഒരു സെൻറ്റിമീറ്ററിനെക്കാട്ടും കൂടുതലായിട്ട് അതിൻ്റെ സൈസ് എൻലാർജ് ആയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്വാലോ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ, ഈ ഒരു ലിംഫ് നോഡിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കയല തടിച്ച് വീർത്ത് വരിക, അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ റെക്കറൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ മൗത്ത് അൾസർ ഉള്ള അതിനോടൊപ്പം തന്നെ നമുക്കിപ്പം ടങ് സർഫസുകളിൽ എന്തെങ്കിലും കോട്ടിങ്ങോ ഫംഗസ് ഗ്രോത്തുകളോ ഇപ്പം സിബോ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് കാരണമായിട്ട് നമുക്ക് വായിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പാച്ചസ് പോലെയൊക്കെ കാണിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് വൈറ്റ് പാച്ചസ് കൂടാതെ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ്, ഇപ്പോൾ വെയിറ്റ് ലോസ്, അപ്പറ്റൈറ്റ് കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ കുറച്ചുകൂടി ഒരു അലേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ സിംറ്റംസുകളാണ്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വായ്ക്കകത്ത് ടോൺസിൽസിൻ്റെ ഇഷ്യൂസ് വരിക. മിക്ക കുട്ടികൾക്കും ഇന്ന് ടോൺസിലൈറ്റിസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ടോൺസിലർ സ്റ്റോൺസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും വായ്നാറ്റം കാണിക്കാവുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് തൊണ്ടയിൽ മറ്റെന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിലും ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വായ്ക്കകത്ത് സ്മെല്ല് രൂപപ്പെടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതൊക്കെ മെയിൻലി ഓറൽ കോസസുകളാണ്. സൈനസൈറ്റിസ് എന്തെങ്കിലും ഒരു റൂട്ട് കോസ് ആയിട്ട് വരികയാണെങ്കിൽ കാണിക്കാവുന്നതാണ്. സിവിയർ ആയിട്ടുള്ള അലർജി ഇഷ്യൂസ് ഉണ്ടെങ്കിലും കാണിക്കും. ഇതൊക്കെ എക്സ്ട്രാ ഓറൽ വരുന്നതാണ്. എക്സ്ട്രാ ഓറലിൽ വരുന്ന മറ്റ് കോസസുകൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ദെൻ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, സിസ്റ്റമിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ലിവറിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക, വൃക്ക സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരിക, വയറ് സംബന്ധമായിട്ട് ഇഷ്യൂസ് വരിക. മേജർ കോസസ് പലരും ചിന്തിക്കുന്നത് വയറിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വായ്നാറ്റം വരും എന്നാണ്. അതൊരു മേജർ കോസ് അല്ല, ബട്ട് 90% കോസസുകളും അത് ഓറൽ കോസുകളിൽ വരുന്നതാണ്. അപ്പോൾ അത് ഒരു മെയിൻ ഒരു ഘടകമായിട്ടും നമുക്ക് പറയാം. ലൈക്ക് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, വയറ് സംബന്ധമായിട്ടുള്ള അൾസറോ ഇൻഫ്ലമേഷൻസോ എന്തെങ്കിലും സിബോ പോലത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വായ്ക്കകത്ത് അൾസറും അതേപോലെ തന്നെ വായ്നാറ്റം കാണിക്കാവുന്നതാണ്. അത് 90% അല്ല, ഒരു 10-15% കോസസുകളിൽ വരുന്ന ഒന്നാണ്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ, കൂടുതൽ സൾഫർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴും വായ്നാറ്റം ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ദെൻ വാ തുറന്ന് ഉറങ്ങുന്ന ആളുകളിൽ, ഒട്ടും വെള്ളം കുടിക്കാത്ത ആളുകളിൽ, ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വായ്നാറ്റം കാണിക്കാം. അഡിനോയിഡ് ഗ്രന്ഥിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക, സൈനസൈറ്റിസ് ഇഷ്യൂസ് വരിക, അലർജിക് ഇഷ്യൂസ് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് വായ്നാറ്റം രൂപപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ഡയബറ്റിക് കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കും കാണിക്കുന്ന ഒരു സിംറ്റംസ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള വായ്നാറ്റം. ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആളുകൾക്ക് ഇഷ്യൂസ് കാണിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുക, പുകവലിക്കുക, ഇതൊക്കെ ഒരു റൂട്ട് കോസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ കാരണങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഹാബിറ്റ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ നിങ്ങൾക്കിപ്പം ഒട്ടും ട്രീറ്റബിൾ അല്ല, അതിപ്പോൾ ഡോക്ടർ അണ്ടറിൽ തന്നെ ക്ലിയർ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ മെഡിക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ റൂട്ട് കോസുകൾ ക്ലിയർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ടോൺസിൽസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര വാ കഴുകിയിട്ടും എത്ര ഫ്ലോസ് ചെയ്തിട്ടും ഗാർഗിൾ ചെയ്തിട്ടും അത് മാറാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം അതിൻ്റെ ആ ഒരു കോസ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഓൺലി ഇറ്റ് വിൽ ചേഞ്ച് ദ ഹോൾ കണ്ടീഷൻസ് കംപ്ലീറ്റ്ലി. അപ്പം നമുക്ക് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് ആ റൂട്ട് കോസുകളാണ്. സെക്കൻഡ് തിങ്, നമുക്ക് വായ നന്നായിട്ട് ബ്രഷ് ചെയ്യുക, 2 നേരം ബ്രഷ് ചെയ്യുക. അപ്പോൾ പല്ലിന് കമ്പി ഇട്ടിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ 2-3 നേരം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് നാക്ക് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. ഹാർഡായിട്ടല്ല, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ടങ്ങിൻ്റെ സർഫസിൽ കുറേ ചെറിയ സെൽസുകൾ അല്ലെങ്കിൽ പാപ്പിലേസ് ഉണ്ട്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റിൽ വേരിയേഷൻസ് വരും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനോടൊപ്പം തന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതേപോലെ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, മധുര പലഹാരങ്ങൾ കഴിക്കുക, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ ഒന്ന് ഗാർഗിൾ ചെയ്യുന്നതും അതേപോലെ ഒന്ന് ഫ്ലോസ് ചെയ്യുന്നതും ഒക്കെ കുറേയൊക്കെ ഇൻഫ്ലമേഷൻസും അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റൻസും പ്രശ്നങ്ങളും ബാക്ടീരിയൽ ഗ്രോത്തും ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് ചൂടുവെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ കൂടുതലായിട്ടും പ്രോട്ടീൻസും പ്രോബയോട്ടിക്സ് ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. ലിവർ, കിഡ്നി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്